നമസ്കാരം. ഞാനിന്നൊരു കൈതച്ചക്ക പച്ചടിയും കൈതച്ചക്കേൻ്റെ ഒരു ജ്യൂസുമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് അലർജി ഉള്ളവർക്ക് ഇതിൻ്റെ മുള്ള് പൂർണ്ണമായും മാറ്റാൻ പറ്റും. കീറിയിട്ട് കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്നതാണ് അതിൻ്റെ മുള്ള്. ഇത് അതിൻ്റെ നടുക്കത്തെ കാമ്പാണ്. ചക്കേൻ്റെ എല്ലാം കുഞ്ഞൽ പോലെ ഇതെടുക്കാൻ പാടില്ല. ഇതിൻ്റെ മുള്ളെല്ലാം ഈ രീതിയിൽ കളയണം. അതിന് ഇങ്ങനെ കുത്തിയിട്ടെടുത്താൽ പൊന്തിച്ചാൽ മതി. ഇങ്ങനെ പൊന്തിച്ചാൽ കിട്ടും. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ടായിട്ട് എനിക്കില്ല, അത് വളരെ എളുപ്പത്തിൽ കിട്ടി. ആ മുള്ള് ആണ് അലർജി ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. ഇത് പച്ചടിക്കുള്ളത്. അതിന് തേങ്ങ അരക്കാനുണ്ട് വെച്ചിട്ട് ഇത് വറക്കേണ്ടത്. ഇതിൽ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറ് വേണമെങ്കിൽ 3 പച്ചമുളകും. ഇതിന് ഉപ്പിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. ജ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് ഒരു പകുതിയോളം ഏകദേശം. ഇതിലൊരു ചെറുനാരങ്ങേൻ്റെ പകുതി നീര് അരിച്ചിട്ട്, കുരുവില്ലാണ്ട് അരിച്ചിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത്രയും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഓരോരാൾക്കും വേണ്ട മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഞാൻ പച്ചടിക്കിത് അടുപ്പത്ത് വെക്കലാണ്. ഇത് അടുപ്പത്ത് വെച്ചു. തിളച്ചതിന് ശേഷം ചെറുതീയിൽ കുറച്ച് സമയം വേവിക്കുക. പച്ചടിക്കുള്ള കൈതച്ചക്ക വേകുമ്പോഴേക്കും ജ്യൂസ് അടിച്ചെടുക്കാം. ഇതിന് ചെറുനാരങ്ങ ഇതിൽ അരിച്ച് കുരുവില്ലാതെ പിഴിഞ്ഞിട്ട്, നല്ല പുളിയുള്ള ചെറുനാരങ്ങയാണ്. ഇവിടെ ഉണ്ടായ ചെറുനാരങ്ങയാണ്. നല്ല പച്ചയാണ്, ഇത് നല്ല പഴുത്തതാണ്. പിന്നെ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ജ്യൂസ് റെഡിയായി. ഇനി അരിച്ചെടുത്താൽ മതി. ഇനി പച്ചടിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഞാൻ ഈ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. പച്ചടിയല്ലേ, പറയാൻ മറന്നു. തേങ്ങയും ജ്യൂസും എല്ലാം അരക്കുമ്പോഴേക്കും ഇത് ഏകദേശം വെന്തു. ഇനി ജ്യൂസ് അരിച്ചൊഴിക്കുമ്പോഴേക്കും നന്നായിട്ട് വേവും. തേങ്ങ ഈ രീതിയിൽ തൈരും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഈ സമയം ഇതിലേക്ക് അരിച്ച് കൊടുക്കാം. ജ്യൂസ് അരിച്ചെടുത്തു. ഇനി ഇത് മുള്ളൊന്നുമില്ല, മുള്ള് നന്നായിട്ട് കളഞ്ഞുകൊണ്ട് അരിക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ അത് ഇത്രയുണ്ട്. ഇത് ഞാൻ ആ പച്ചടിയിൽ ചേർക്കല, അതിൽ മുള്ളൊന്നുമില്ലല്ലോ. ഇതിന് അതിൽ ചേർത്ത് കൊടുക്കുക. അരിച്ച അരിപ്പയിലുള്ള കരട്. ഇനി ഒരു മിനിറ്റും കൂടി വേവിക്കണം. വെന്ത് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഓഫ് ചെയ്യലാണ്. എന്നിട്ട് തേങ്ങയും തൈരും കൂടി അരച്ചത് ഇതിൽ ചേർക്കാം. കുറച്ച് തണുത്തിട്ടാകുമ്പോൾ, പച്ചടിക്ക് തണുത്തിട്ടാകുമ്പോഴാണല്ലോ ഒഴിക്കുക. ഒരു കൈതച്ചക്കൻ്റെ പകുതി കൊണ്ട് 4 ജ്യൂസ് ഉണ്ടാക്കി. അറിയാത്തവർക്കാണ് ഇതുണ്ടല്ലോ കൈതച്ചക്കൻ്റെ, ഇത് നട്ടാൽ നല്ല വേര്, ഇവിടുന്ന് വേര് വരും. നട്ടിട്ടില്ലെങ്കിലും ഇവിടുന്ന് വേര് വരും. ഇത് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ ഞാൻ 2 വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പച്ചടി തണുക്കാൻ വെച്ചു. കൈതച്ചക്ക പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. നല്ല മധുരമുള്ള കൈതച്ചക്കയാണ്, എന്നാലും ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുത്തിന്. ഇതിൽ വെളിച്ചെണ്ണ വറക്കാൻ അടുപ്പത്ത് വെച്ചു. കടുകിട്ട്, കടുക് പൊട്ടുന്നുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ആകുന്ന സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. മുളകിട്ട് കൊടുത്തു. എൻ്റെ ഈ പച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യുമല്ലോ. ഒരു കൈതച്ചക്ക മതി ഇത്രയും ഉണ്ടാക്കാൻ.